വെൽക്കം ടു ദി വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സർഫസ് ഫിനിഷ് സിമ്പിൾ എങ്ങനെ ബ്ലോക്ക് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിലാണ് സർഫസ് ഫിനിഷ് സിമ്പിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സർഫസ് ഫിനിഷ് സിമ്പിൾ നമ്മൾ സാധാരണ ഓട്ടോകാഡ് മെക്കാനിക്കൽ വേർഷൻ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് അതില്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സർഫസ് ഫിനിഷ് സിമ്പിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ഒരു സർഫസ് ഫിനിഷ് സിമ്പിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു 60 ഡിഗ്രി ലൈൻ ആയതിനു വേണ്ടി നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ ഓർത്തോ ഫീച്ചർ ഓഫ് ചെയ്യാം. ഒരു 60 ഡിഗ്രി ലൈൻ നമ്മൾ ആദ്യം ഒരു 60 ഡിഗ്രിയിൽ നമ്മൾ ആംഗിൾ ലോക്ക് ചെയ്യുന്നു. ഒരു 60 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നു. അവിടെ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓർത്തോ ഓണാക്കുക, നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങോട്ടേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ലൈൻ ഫിനിഷ് ചെയ്യുന്നു. ഇനി നമുക്കൊരു 60 ഡിഗ്രി ലൈൻ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ഓർത്തോ മോഡ് ഓഫ് ചെയ്യുന്നു. ടാബ് അടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 120 ആംഗിൾ സെറ്റ് ചെയ്യാം. അഗെയിൻ നമുക്കിവിടെ ഒരു 60 ഡിഗ്രി ലൈൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഉള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ നമുക്ക് 60 ഡിഗ്രിയാണ്. ആ രീതിയിലാണ് നമ്മൾ സർഫസ് ഫിനിഷ് സിമ്പിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കിനി ബ്ലോക്കായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട കമാൻഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങളത് കാണുന്നില്ലെങ്കിൽ നമ്മൾ തൽക്കാലം കമാൻഡ് ഡയറക്റ്റായിട്ട് അടിച്ച് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ബ്ലോക്ക് എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മളൊരു പേര് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ സർഫസ് ഫിനിഷ് എന്നാണ് പേര് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ഏതൊക്കെ ഒബ്ജക്റ്റാണ് ഈ ബ്ലോക്കിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. ഇത്രയും ഒബ്ജക്റ്റാണ് നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. അത് സെലക്ട് ചെയ്ത് നമ്മൾ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സെയിം വിൻഡോ അഗൈൻ അപ്പിയർ ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിക്ക് പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബേസ് പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഓക്കെ ബട്ടൺ അടിക്കുന്നതിന് മുമ്പ് ഇവിടെ ഓപ്പൺ ബ്ലോക്ക് എഡിറ്റർ എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് അൺടിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു ബ്ലോക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം തൽക്കാലം. ഇനി നമുക്ക് എത്ര ഇൻസ്റ്റൻസ് വേണമെങ്കിലും ഈ ഒരു ബ്ലോക്കിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഐ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ബ്ലോക്ക്, നമ്മൾ തൽക്കാലം ഇവിടെ ഒരു ബ്ലോക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, സർഫസ് ഫിനിഷ്. ആ വേണ്ട ബ്ലോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ക്രോസ് എയറിൻ്റെ മേലെ നമ്മൾ നേരത്തെ ആ ഉണ്ടാക്കിയ ബ്ലോക്കിൻ്റെ ബേസ് പോയിന്റ് വന്ന് നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതിനുവേണ്ടിയാണ് നമ്മൾ ആ ബേസ് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിമ്പിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി മറ്റൊരു സ്ഥലത്ത് നമുക്ക് ആ സിമ്പിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് അഗെയിൻ നമ്മൾ ചെയ്യുക, സർഫസ് ഫിനിഷ് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക, നമ്മൾ ഇതിവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തൊരു കാര്യം, നമുക്ക് ഇവിടെ സർഫസ് ഫിനിഷ് സിമ്പിളിന് വേറെ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കൊണ്ടുപോയി വെച്ചപ്പോഴും നമ്മൾ ഈ സർഫസ് ഫിനിഷ് സിമ്പിൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഡ്രോയിങ്ങുമായിട്ട് ഇൻ്റർഫെയർ ചെയ്യുന്ന രീതിയിലാണ്. ഈ കാര്യങ്ങൾ നമുക്കിനി എങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത ബ്ലോക്ക് ഈ ഒരു ഡ്രോയിങ്ങിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് വരുള്ളൂ. മറ്റു ഡ്രോയിങ്ങിലും ഈ ഒരു ബ്ലോക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമ്മൾ റൈറ്റ് ബ്ലോക്ക് എന്നുള്ള മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ. തൽക്കാലം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബ്ലോക്കിനെ എങ്ങനെ ഡൈനാമിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് ഡൈനാമിക് ഫീച്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു. ഏത് സെലക്ട് ചെയ്താലും മതി, നമുക്ക് സെയിം പേരുള്ള ആ ബ്ലോക്കിൻ്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കുക, നമ്മൾ ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോവുക. നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് എഡിറ്റർ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലിപ്പ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് ബ്ലോക്ക് ഇപ്പോൾ വരച്ചതിൽ നിന്നും നമുക്ക് ആ ഒരു ഇൻ്റർഫറൻസ് മാറ്റിയിട്ട് ലെഫ്റ്റിലേക്ക് നമുക്കത് ഫ്ലിപ്പ് ചെയ്യണം, മിറർ ഇമേജ് ആക്കണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഡൈനാമിക്കായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അതിനുവേണ്ടി രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്യാനുണ്ട്, ഒരു ആക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് രണ്ടും ബ്ലോക്ക് എഡിറ്ററിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പാരാമീറ്ററിലേക്ക് പോകുന്നു. പാരാമീറ്ററിൽ പോയിട്ട് നമ്മൾ ഫ്ലിപ്പ് എന്നുള്ള ഈ ഒരു പാരാമീറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഫ്ലിപ്പ് എന്നുള്ള പാരാമീറ്റർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബേസ് പോയിന്റിന് നേരെ മേലെ ഒരു പോയിന്റ് ട്രാക്ക് ചെയ്തെടുക്കുക. ട്രാക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന പോയിന്റിലാണ് ഒരു ബട്ടൺ വരിക, നമ്മൾ ഈ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരിക. അപ്പോൾ നമ്മൾ ഈ ബേസ് പോയിന്റിൽ തന്നെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇനിയും നമുക്ക് ഒരുപാട് ആവശ്യത്തിന് ക്ലിക്ക് ചെയ്യേണ്ടി വരുമ്പം ഒരുപാട് ബട്ടൺസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബ്ലോക്കിൻ്റെ ഡൈനാമിക് ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ തൽക്കാലം ഈ ഒരു ബേസ് പോയിന്റ് നേരെ നമ്മൾ പോയിന്റ് ഒരു ട്രാക്ക് ചെയ്തെടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബേസ് പോയിന്റിലേക്ക് ഇത് കണക്ട് ചെയ്യാം. ഇനി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലൈൻ ഒരു പേര് ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും, ദാറ്റ് ഈസ് എ ഫ്ലിപ്പ് സ്റ്റേറ്റ് 1 എന്നുള്ളത്. അത് നമുക്കൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കണം. ഇത് ബ്ലോക്ക് എഡിറ്ററിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ഫ്ലിപ്പ് സ്റ്റേറ്റ് 1 എന്നുള്ള ഈ ഒരു എഴുത്ത് ഇവിടെ കാണുകയുള്ളൂ. കാരണം
ആ ഒരു റൈറ്റിംഗ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ഫ്ലിപ്പ് സ്റ്റേറ്റ് അവിടെ ഉണ്ട് എന്ന് ഈ എഡിറ്ററിലേക്ക് പോകുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഫ്ലിപ്പ് സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ആരോ കാണാം. ഈ ഒരു സിമ്പിളാണ് നമ്മൾ അവിടെ കാണുക, ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് കാണുക. സോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു യെല്ലോ മാർക്കിംഗ് ഇവിടെ ഡേഞ്ചർ മാർക്കിംഗ് കാണാം. ദാറ്റ് ഈസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ആക്ഷൻ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആക്ഷനിലേക്ക് പോകുന്നു. ആക്ഷനിൽ നമ്മൾ ഇതേപോലത്തെ ഫ്ലിപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. സോ ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളോട് ചോദിക്കുന്ന പാരാമീറ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പാരാമീറ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാരാമീറ്റർ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. സോ അത് കാണിച്ചു കൊടുത്തു. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത പാരാമീറ്റർ സെലക്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ അബൌട്ടായിട്ടാണ് ഇത് ഫ്ലിപ്പ് ചെയ്യുക, അതായത് മിറർ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ആദ്യം ഈ പാരാമീറ്റർ ലൈൻ വരച്ചതും ഇപ്പോൾ നമ്മൾ ഈ പാരാമീറ്റർ ലൈൻ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഒബ്ജക്റ്റിനെയാണ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ഒബ്ജക്റ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നമ്മൾ ആ ഫ്ലിപ്പ് എന്നുള്ള ഒരു ഡൈനാമിക് ഫീച്ചർ നമ്മളവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോസ് ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോകാം. സോ സേവ് ചേഞ്ചസ് അടിക്കുക. സോ നമുക്ക് ഇനി ഈ ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് നമ്മൾ എവിടെയൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ ആ ബ്ലോക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സിമ്പിൾ മേലെ വന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പം ഞാൻ ഈ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു. ഈ സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു സിമ്പിൾ ലെഫ്റ്റിലേക്ക് ഫ്ലിപ്പായി. ഇനി അതൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ അത് റൈറ്റിലേക്ക് ഫ്ലിപ്പാവും. ആ രീതിയിൽ നമ്മളൊരു ഡൈനാമിക് ഫീച്ചർ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ബ്ലോക്കിൻ്റെ അടുത്ത പ്രശ്നം എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ ഇൻസേർട്ട് ബ്ലോക്ക് അടിച്ചിട്ട് ഞാനൊരു വെർട്ടിക്കൽ ഫേസിലാണ് ഈ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അതങ്ങനെ തന്നെ നമ്മൾ ആ ഹൊറിസോണ്ടൽ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയാണ്, ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെനിക്ക് ഡൈനാമിക്കായിട്ട് ചേഞ്ച് ചെയ്യണം, അതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യണം. ഞാൻ ഏത് ലൈനിലാണ് പോകുന്നത് ആ ലൈൻ അനുസരിച്ച് നിങ്ങളെ ബ്ലോക്കിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് ചേഞ്ച് ആവണം എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ചേഞ്ച് ആവണമെങ്കിൽ നമ്മൾ അഗൈൻ ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോവുക. സോ ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോയിട്ട് നമ്മളിവിടെ അലൈൻമെൻറ്റിൻ്റെ ഒരു ലൈൻ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. സോ പാരാമീറ്റർ മാത്രമേ ഇവിടെ സെറ്റ് ചെയ്യാനുള്ളൂ. സോ പാരാമീറ്ററിൽ പോവുക, അലൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ബേസ് പോയിന്റ് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല, കാരണം ഇവിടെ ബട്ടൺസ് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് പോയിന്റ് ബേസ് പോയിന്റ് കാണിച്ചു കൊടുത്തു. ദെൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അലൈൻമെൻറ്റ് ലൈനായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു. സോ 2 പോയിന്റ് ക്ലിക്ക് ചെയ്തു. സോ ക്ലോസ് ബ്ലോക്ക് എഡിറ്റർ അടിക്കുക, സേവ് ചേഞ്ചസ് അടിക്കുക. നമ്മൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത ഈ ഒരു ബ്ലോക്ക് ഡിലീറ്റ് ചെയ്യുക. ഈ ഒരു ഫീച്ചർ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് വർക്കാവുക, അതിനുശേഷം അത് വർക്കാവില്ല. അപ്പോൾ ഇൻസേർട്ട് അടിക്കുക, സർഫസ് ഫിനിഷ് അടിക്കുക, ഓക്കെ അടിക്കുന്നു. നമ്മൾ ഈ ബ്ലോക്ക് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അതിങ്ങനെ സ്വിച്ച് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഡൈനാമിക് ഫീച്ചറാണ്, ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ക്രോസ് എയർ ഈ മഞ്ഞ വരയ്ക്ക് ഏത് ഭാഗത്താണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിങ്ങളെ ബ്ലോക്ക് ഇൻസേർട്ട് ആവുന്നത്. അപ്പോൾ മഞ്ഞ വരേൻ്റെ താഴെയാണ് ക്രോസ് എയർ ഉള്ളത്, മേലെയാണ് ബ്ലോക്ക് വരുന്നത്. മഞ്ഞ വരയ്ക്ക് മേലെയാണ് നിങ്ങളെ ക്രോസ് എയർ വരുന്നതെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് താഴെയാണ് ഇൻസേർട്ട് ആവുന്നത്. ജസ്റ്റ് ചെറിയൊരു ഡിസ്റ്റൻസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ വന്നാൽ ഇതെങ്ങനെയാണ് അലൈൻമെൻറ്റ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആ സെറ്റ് ചെയ്തിരിക്കുന്ന അലൈൻമെൻറ്റ് ലൈന് നിങ്ങൾ ആ ഇൻസേർട്ട് ചെയ്യുന്ന ലൈനിന് എപ്പോഴും പാരലായിട്ട് വരുന്ന രീതിയിലാണ് അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെയും മഞ്ഞവരയ്ക്ക് ഈ സൈഡിലാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ബ്ലോക്ക് ഇൻസേർട്ട് ആവുക. സോ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഫ്ലിപ്പ് സ്റ്റേറ്റ് നേരത്തെ ചെയ്ത ഫ്ലിപ്പ് സ്റ്റേറ്റ് ഇവിടെ ഉണ്ട്, അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു ഗ്രേഡ് നമ്പറും അതേപോലെ ഇതിനൊരു പ്രൊഡക്ഷൻ മെത്തേഡും നമുക്ക് മാർക്ക് ചെയ്യണം. സോ ഗ്രേഡ് നമ്പർ അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് വാല്യൂ നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്യാറുള്ളത്. അതേപോലെ പ്രൊഡക്ഷൻ മെത്തേഡ് നമ്മൾ ഇതിന് മേലെയായിട്ടാണ് മാർക്ക് ചെയ്യാറുള്ളത്. അതപ്പോൾ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും നോക്കാം. അഗെയിൻ സെയിം ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോവുക. ഇവിടെ നമ്മൾ ഇനിയൊരു കമാൻഡാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ വിൻഡോ ഒന്നും ആവശ്യമില്ല, നമ്മളൊരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ആട്രിബ്യൂട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ATT എന്നടിച്ചാൽ തന്നെ നിങ്ങൾ ATT-DEF എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു കമാൻഡ് ഇവിടെ വരുന്നതായിട്ട് കാണാം. ദാറ്റ് ഇസ് ദ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ. അപ്പോൾ ATT-DEF ആണ് നമ്മളെ കമാൻഡ് എന്ന് പറയുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരു ഫസ്റ്റ് നമ്മളൊരു ടാഗ് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സർഫസ് ഫിനിഷിൻ്റെ ഗ്രേഡ് നമ്പറിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ N എന്നാണ് ടാഗ് കൊടുക്കുന്നത്. അതുപോലെ പ്രോംപ്റ്റ് എന്നുള്ളത് നമ്മൾ റഫ്നെസ് വാല്യൂ എന്ന് എഴുതുന്നു. അതിനുശേഷം വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഈ ടാഗ് N എന്നുള്ളത് നിങ്ങളവിടെ കർസറിൻ്റെ കൂടെ വരും. അതിനൊരു പ്ലേസ്മെൻറ്റ് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സാധാരണ N വാല്യൂ അല്ലെങ്കിൽ റഫ്നെസ് വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ N വാല്യൂ ഇവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന N എന്നുള്ളത് നമ്മൾ ബ്ലോക്ക് എഡിറ്ററിൽ മാത്രമേ വിസിബിൾ ആവുള്ളൂ. കാരണം ഇങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ N അല്ലെങ്കിൽ ടാഗ് കൊടുത്തിരിക്കുന്നത്. ഇനി റഫ്നെസ് വാല്യൂ എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളോട് ചോദിക്കുക. തൽക്കാലം ഈ ബ്ലോക്ക് എഡിറ്റർ നമ്മൾ ക്ലോസ് ചെയ്യുക. സോ സേവ് ചേഞ്ചസ് അടിക്കുക, നമ്മൾ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുക. സോ ഇൻസേർട്ട് ചെയ്യുന്നു,
സർഫസ് ഫിനിഷ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. നമ്മൾ ഇവിടെയാണ് ഈ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് ഇൻസേർട്ട് ചെയ്ത ഉടനെ നമ്മുടെ മുമ്പിൽ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന റഫ്നെസ് വാല്യൂ എന്ന് അടിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ ഇവിടെയാണ് ചോദിക്കുക, എത്രയാണ്. ഇപ്പോൾ നമുക്കിവിടെ RA വാല്യൂ ന്യൂമറിക്കലായിട്ട് ഇൻസേർട്ട് ചെയ്യാം. സോ 0.05 എങ്ങനെ വേണമെങ്കിലും നമുക്ക് ന്യൂമറിക്കലായിട്ട് ഇൻസേർട്ട് ചെയ്യാം. തൽക്കാലം ഞാനിവിടെ ഗ്രേഡ് നമ്പറായിട്ടാണ് കാണിക്കുന്നത്. ഞാനിവിടെ സപ്പോസ് കാണിക്കുകയാണ് ദിസ് ഈസ് N1 എന്ന് കാണിക്കുന്നു. ഞാൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സോ യു ക്യാൻ സീ ദർ ഈസ് N1 എന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഈ ഒരു സിമ്പിൾസിനൊന്നും ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഇൻസേർട്ട് ചെയ്യുന്നത് ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് ഈ ആട്രിബ്യൂട്ട് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അവിടെ നമ്മൾ N1 എന്ന് കാണിച്ചു. ഇനി ഇവിടെ നമുക്കൊരു പ്രൊഡക്ഷൻ മെത്തേഡും കൂടി കാണിക്കണം. എന്താണ് പ്രൊഡക്ഷൻ മെത്തേഡ്? അപ്പോൾ അഗൈൻ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു, ബ്ലോക്ക് എഡിറ്ററിലേക്ക് പോകുന്നു, ഒരു ആട്രിബ്യൂട്ടും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സോ M എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ടൈപ്പ് ഓഫ് മെഷീനിങ് ആണ്. അത് ഈ ഒരു ലൈനിന് മേലെയായിട്ടാണ് നമുക്ക് വരേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ ഞാനത് പ്ലേസ് ചെയ്യുന്നു. സോ ക്ലോസ് ചെയ്യുന്നു. സോ ഇൻസേർട്ട് ചെയ്യുക. ഞാനിവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ നേരത്തെ ചോദിച്ച ആ വിൻഡോയിൽ 2 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്ന് റഫ്നെസ് വാല്യൂ, സപ്പോസ് ഐ ടേക്ക് ഇറ്റ് ആസ് ദി N2, ആൻഡ് ടൈപ്പ് ഓഫ് മെഷീനിങ് ചോദിക്കുന്നുണ്ട്. സപ്പോസ് ഷേപ്പിംഗ് ആണ്, ഷേപ്പറിലാണ് ഞാനത് മെഷീൻ ചെയ്യുന്നത്. സോ ടൈപ്പ് ഓഫ് മെഷീനിങ് ഷേപ്പിംഗ് എന്ന് കൊടുത്തു. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സോ യു ക്യാൻ സീ അവിടെ N2 വന്നു, അതേപോലെ ഷേപ്പിംഗ് എന്നുള്ളതും അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്ത് സർഫസ് ഫിനിഷിൻ്റെ സിമ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മളൊരു ഡൈനാമിക് ഫീച്ചർ ആയിട്ടുള്ള ഒരു ഫ്ലിപ്പിങ്ങിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ആഡ് ചെയ്തു. ദെൻ അതേപോലെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അലൈൻമെൻറ്റ് വരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ദെൻ 2 ആട്രിബ്യൂട്ട് നമ്മൾ സെറ്റ് ചെയ്തു, ദാറ്റ് ഈസ് റഫ്നെസ് വാല്യൂയും അതേപോലെ ഷേപ്പിങ്ങിൻ്റെ ആട്രിബ്യൂട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് 3 ടൈപ്പ് സിമ്പിൾ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ വരും, ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. ദെൻ ക്ലോസ്ഡ് ട്രയാങ്കിൾ വരാം, ദെൻ ദർ ഈസ് എ സർക്കിൾ. ഈ 3 ഓപ്ഷൻസ് ആണ് വരിക. ഒരു മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സർഫസ് ഫിനിഷ് ആണെങ്കിൽ നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആക്ച്വലി ഒരു ഷേപ്പിംഗ് എന്നുള്ളത് മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് ആണ്. അപ്പോൾ സിമ്പിളിൽ ശരിക്കും ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി മുമ്പുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ്റെ സർഫസ് ഫിനിഷ് അതേപോലെ നമ്മൾ ഫോളോ ചെയ്യണം. ഒരു മെഷീനിങ് ഓപ്പറേഷനും അവിടെ ചെയ്യേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്കിവിടെ ഒരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും അല്ല, നമ്മൾ ഗോൾഡ് പ്ലേറ്റിംഗ് പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്രോമിയം പ്ലേറ്റിംഗ് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓപ്പൺ ട്രയാങ്കിൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു സിമ്പിൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ദാറ്റ് ഈസ് ഓപ്പൺ ട്രയാങ്കിൾ ആണ്. ഇനി ഇതിലെങ്ങനെ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അഗൈൻ വി ഗോ ടു ദി ബ്ലോക്ക് എഡിറ്റർ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന വിസിബിലിറ്റി എന്നുള്ള ഒരു സ്റ്റേറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബ്ലോക്ക് എഡിറ്ററിൽ നിങ്ങൾ പോയാൽ ഇവിടെ വിസിബിലിറ്റി എന്നുള്ള കാണാൻ പറ്റും. അത് ഓൾറെഡി അതിപ്പോൾ സെലക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലല്ല, ആ ഒരു സ്റ്റേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ പാരാമീറ്ററിൽ പോയാൽ യു ക്യാൻ സീ ദർ ഇസ് എ വിസിബിലിറ്റി. സോ വിസിബിലിറ്റി എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ സ്പെസിഫൈ ദി പാരാമീറ്റർ ലൊക്കേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വിസിബിലിറ്റിയുടെ ഒരു മെനു വരും. ആ മെനുയുടെ ലൊക്കേഷൻ നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. തൽക്കാലം ഇവിടെ ഒരു പൊസിഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് വിസിബിലിറ്റിയുടെ മെനു വരിക. അഗൈൻ ദർ ഇസ് എ ഡേഞ്ചർ സിമ്പിൾ, ദാറ്റ് ഈസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻഡ് അല്ല. ഇപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഈ ഒരു സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വിസിബിലിറ്റി സ്റ്റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഒരു വിസിബിലിറ്റി സ്റ്റേറ്റ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ വിസിബിലിറ്റി സ്റ്റേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ വിസിബിലിറ്റി സ്റ്റേറ്റ് 0. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സിമ്പിളിൽ നമുക്ക് എന്ത് പേര് കൊടുക്കാൻ വേണ്ടി പറ്റും? അപ്പോൾ അത് തൽക്കാലം വിസിബിലിറ്റി സ്റ്റേറ്റ് 0 എന്നാണുള്ളത്. അതിനെ ഞാൻ റീനെയിം ചെയ്യുകയാണ്. അതിന് തൽക്കാലം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓപ്പൺ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഓപ്പൺ എന്ന് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടക്കുന്നത്. ഇനി ഞാനൊരു ന്യൂ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഓൾറെഡി ഓപ്പൺ സ്റ്റേറ്റിലാണ് നമ്മളുള്ളത്. അവിടെ നിന്നാണ് നമ്മളൊരു ന്യൂ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ഫീച്ചറിൽ എന്തൊക്കെയുണ്ടോ, ഓപ്പൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്തൊക്കെയുണ്ടോ ആ ഒരു സ്റ്റേറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുകൊണ്ട് ഈ വിസിബിലിറ്റി സെറ്റ് ചെയ്യുന്ന എപ്പോഴും നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം മാത്രമേ നമ്മൾ വിസിബിലിറ്റി ചെയ്യാവുള്ളൂ. സോ ഓപ്പൺ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ ഒരു ന്യൂ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കും വിസിബിലിറ്റി പുതിയൊരു സ്റ്റേറ്റിൻ്റെ ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഇനി ക്ലോസ്ഡ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് ഞാനൊരു ക്ലോസ്ഡ് എന്നുള്ള സ്റ്റേറ്റ് പേര് കൊടുക്കുകയാണ്. ഞാൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ക്ലോസ്ഡ് എന്നുള്ളത് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലോസ്ഡിലാണ് നമ്മൾ ആക്റ്റീവായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഹോമിൽ പോയിട്ട് ലൈൻ ടൂൾ എടുത്തിട്ട് ഈ ഒരു ലൈൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഓ സ്നാപ്പ് ഇവിടെ ഓൺ ആക്കുക. ഈ ഒരു ലൈൻ ഇവിടെ ക്ലോസ് ചെയ്യണം. സോ ട്രിം ടൂൾ എടുത്തിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. സോ ഇതാണ് എൻ്റെ പുതിയതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ദ ക്ലോസ്ഡ് സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് എഡിറ്ററിൽ പോയാൽ ഇപ്പോൾ ക്ലോസ്ഡ് സ്റ്റേറ്റ് ഇതാണ്. ഞാനത് ഓപ്പണിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ സി
അത് നമ്മൾ നേരത്തെ സ്റ്റേറ്റിലേക്ക് പോകും. ഇപ്പോൾ ഉള്ളത് വി ആർ ഇൻ ദി ക്ലോസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇനി നമുക്ക് പുതിയ ഒരു സ്റ്റേറ്റും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഗൈൻ വിസിബിലിറ്റി സ്റ്റേറ്റ്സിലേക്ക് പോവുക. ഞാൻ ഓപ്പണിൽ നിന്നുമാണ് പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ എന്നുള്ള ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന് ടിക്ക് മാർക്ക് വരുത്തുക. അതിനുശേഷം ന്യൂ സ്റ്റേറ്റിലേക്ക് പോവുക. അവിടെ ഞാൻ ഒരു സർക്കിൾ ഉള്ള സ്റ്റേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി സർക്കിൾ എന്നാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സർക്കിൾ എന്നുള്ള സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അഗെയിൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സർക്കിൾ എന്നുള്ളത് ഇവിടെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഗെയിൻ ഹോമിലേക്ക് പോവുക. വി ടേക്ക് ദി സർക്കിൾ. ഇനി നമ്മളിവിടെ ബ്ലോക്ക് എഡിറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ സർക്കിൾ എന്നുള്ള സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. നമുക്ക് മൂന്നൊന്ന് ചെക്ക് ചെയ്യാം. സോ ദിസ് ഈസ് ദി ഓപ്പൺ സ്റ്റേറ്റ്, ദിസ് ഈസ് ദി ക്ലോസ്ഡ് സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ദി സർക്കിൾ സ്റ്റേറ്റ്. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും സ്റ്റേറ്റിൽ നമുക്ക് ചില കാര്യങ്ങൾ വിസിബിൾ ആക്കാനോ അല്ലെങ്കിൽ ഹിഡൻ ചെയ്യാനോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഈ 3 ബട്ടൺസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രൈ നോക്കുക. ഇനി നമ്മളത് ക്ലോസ് ചെയ്യുന്നു, സേവ് ചേഞ്ചസ് അടിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ആഡ് ചെയ്ത ഫീച്ചേഴ്സ് ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത സിമ്പിളിലൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. ഇതൊക്കെ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത സിമ്പിളും വന്നിട്ടുണ്ടാകും. സോ യു ക്യാൻ സി ഇവിടെ ഒരു പുതിയൊരു സിമ്പിൾ വന്നിട്ടുണ്ട്. നമ്മുടെ മെനുവിൻ്റെ സിമ്പിളാണ്. ഇവിടെ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മെനു സെലക്ട് ചെയ്യാം. ഷേപ്പിംഗ് എന്നുള്ളത് നമുക്കറിയാം ഒരു മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് ആണ്. നമ്മളത് ക്ലോസ്ഡ് ആക്കി ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാനതിനെ ക്ലോസ്ഡ് ആക്കുന്നു. സോ ആ സിമ്പിൾ ക്ലോസ്ഡ് ആയി. സോ ഇവിടുത്തെ ക്ലോസ്ഡ് ട്രയാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ഇത് സർക്കിൾ ആക്കണമെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദി സർക്കിൾ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഡൈനാമിക് ആയിട്ടുള്ള ബ്ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സർഫസ് ഫിനിഷ് സിമ്പിൾ അവൈലബിൾ അല്ലെങ്കിൽ കൂടി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.